കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവൾ മാത്രമായിരുന്നില്ല, യൗസേപ്പും ആ വചനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയിരുന്നു. പക്ഷേ രക്ഷകന്റെ വരവിനായുള്ള ഏറ്റവും അടുത്ത ഒരുക്കം രണ്ടുപേർക്കും അത്ര ശുഭമായിരുന്നില്ല. വർഷങ്ങളോളം രക്ഷകനെ കാത്തിരുന്ന ഒരു ജനതയുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഗബ്രിയേൽ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ചിട്ട് ഇത് 9-ാം മാസം. രഹസ്യത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് സ്വയം പഴിയേൽക്കാം എന്ന് ജോസഫ് വിചാരിച്ചിട്ടും അധികം നാളായിട്ടില്ല. ദൈവപരിപാലന നിരന്തരം കൂടെ ഉണ്ടാകും എന്ന തോന്നലിൽ മുൻപോട്ട് നീങ്ങിയിട്ട് ഇപ്പോൾ മനുഷ്യർ പോലും കൂടെയില്ലാത്ത അവസ്ഥ. രക്ഷകൻ പിറന്നു വീണ രാത്രി ഇത്രമേൽ സങ്കടം നിറഞ്ഞതായിരിക്കുമെന്ന് അവർ ഇരുവരും വിചാരിച്ചിരുന്നില്ല. ബെത്ലഹേമിലെ ഓരോ സത്രവും അവർ കയറിയിറങ്ങി. പക്ഷേ ഒരു സത്രത്തിന്റെയും വാതിലുകൾ അവർക്കായി തുറന്നില്ല. മറിയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉണ്ണിക്കായി ദൈവം ഒരിടം കണ്ടുവച്ചിരുന്നു. ചെന്ന് കയറുന്ന ഇടത്തേക്കാൾ പിറന്നു വീഴാൻ ഒരുങ്ങുന്നവന് പ്രാധാന്യം കൊടുത്ത ആ ദമ്പതിമാർ സന്തോഷത്തിന്റെ ആ സദ്വാർത്ത ലോകത്തിനായി സമ്മാനിച്ചു. രക്ഷകൻ നമുക്കായി പിറന്നു. നല്ല ഇടയനായി തീരേണ്ടവൻ ജനിച്ച വാർത്ത ആദ്യമായി അറിയിച്ചതും ആട്ടിടയന്മാരെ തന്നെയായിരുന്നു. ദൈവമഹത്വം കണ്ട് ഭയപ്പെട്ട അവരോട് ദൈവദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിലെത്തിയ സമ്മാനങ്ങൾ പ്രധാനമായും 3 എണ്ണമായിരുന്നു. ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ ഓർമ്മയ്ക്കായി പൊന്ന്, അവിടുത്തെ മരണത്തെ ഓർമ്മിപ്പിക്കാനായി മീറ, അവിടുത്തെ ദൈവത്വത്തിന്റെ പ്രതീകമായി കുന്തിരിക്കം. സമൂഹത്തിന്റെ അടിത്തട്ടിലെ ആട്ടിടയന്മാർ തുടങ്ങി ഉന്നത ശ്രേണിയിലെ രാജാക്കന്മാർ വരെ പുൽക്കൂട്ടിലെത്തിയ ആ രാത്രി, ശാന്തസുന്ദരമായ വിശുദ്ധ രാത്രി, നമുക്കും അവനെ ആരാധിക്കാം. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത
ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം.